2 കോടി രൂപയ്ക്കൊക്കെ സാരി വാങ്ങി വിതരണം ചെയ്തു എന്ന് പറയുന്നു. ധാർമ്മികമായി എത്രത്തോളം ശരിയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ കണക്ക് ചോദിക്കുന്നത് CPM ആണ്. ഈ കോൺഗ്രസ്സുകാര് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചിലവാക്കിയ കാശിന്റെ കണക്കൊക്കെ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? വേറെ പല കണക്ക് ചോദിക്കുമ്പോൾ അത് പറയാൻ താല്പര്യമില്ല, അത് കേൾക്കാനും ചോദിക്കാനും നിങ്ങളാരാണ് എന്ന് ചോദിക്കുന്ന CPM തന്നെയാണ് ഇപ്പോൾ ഈ കണക്കും ചോദിക്കുന്നത്. അതാണ് അതിലെ വൈരുദ്ധ്യാത്മകത. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴ്നാടൊക്കെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് ഇത്തരത്തിൽ സാരിയും മറ്റു സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത്. അത്തരത്തിൽ ഒരു ആരോപണമാണ് നിലവിൽ ഇപ്പോൾ CPM ഉയർത്തുന്നത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 3 വരെയാണ് പുതുപ്പള്ളി ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ പുതുപ്പള്ളി ഫെസ്റ്റ് ക്രമീകരിച്ചത്. ആ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ മണ്ഡലത്തിലെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഒപ്പം ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ ഇവരെയൊക്കെ തന്നെ ആദരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആദരവിനോടനുബന്ധിച്ച് ചാണ്ടി ഉമ്മൻ MLA ഈ വന്ന എല്ലാവർക്കും, അതായത് ഈ ആദരിക്കപ്പെട്ട എല്ലാവർക്കും സാരി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഇപ്പോൾ CPM വിമർശിക്കുന്നത്. ഏകദേശം 2 കോടി രൂപ ഈ സാരിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ 2 കോടി രൂപയുടെ കണക്ക് എന്ന് പറയുന്നത് അല്പം കൂടിയ കണക്കാണ് നമുക്ക് തോന്നും. കാരണം അവിടെ വന്നിട്ടുള്ള നമ്മളൊക്കെ അവിടെ പങ്കെടുത്തിട്ടുള്ളതാണ്. അതിൽ 2 കോടി രൂപയുടെ സാരി ഉണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും അതിന് മറുപടി പറയേണ്ടത് ചാണ്ടിയാണ്. ചാണ്ടി ഉമ്മൻ ഇന്നലെ ഒരു അനൗദ്യോഗികമായി പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിലുണ്ടെങ്കിൽ വിജിലൻസ് ഒക്കെ അവരുടെ കയ്യിലല്ലേ, അവർ അന്വേഷണം നടത്തട്ടെ, വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും CPM ഇതൊരു മണ്ഡലത്തിൽ ഉൾപ്പെടെ ഒരു വലിയ രീതിയിൽ ആയുധമാക്കുന്നുണ്ട്. ഒരുപക്ഷെ തന്നെ CPM-നകത്ത് തന്നെ ഇതിന് 2 അഭിപ്രായമുണ്ട്. കാരണം ഈ വന്ന് സാരി വാങ്ങിക്കൊണ്ട് പോയ ആളുകളിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല CPM-ന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട്. അവർ തൊഴിലുറപ്പും ഒക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അതിനാൽ തന്നെ ഇത് കൂടുതൽ ഏതെങ്കിലും തരത്തിലൊരു പ്രചാരണ ആയുധമാക്കി മാറ്റിയാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നും CPM-നകത്ത് ഒരു വിഭാഗം കരുതുന്നുണ്ട്.